എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നല്ല മഴക്കോള് കാണുന്നുണ്ട്. ദേ ശിവന് ക്ലാസ്സിൽ പോവട്ടെ, 8:15 ആയിട്ടുണ്ട്. അവളുടെ സ്കൂൾ ബസ് ഇപ്പോൾ വരും. അപ്പോൾ എനിക്ക് 2-3 ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര സങ്കടം കേട്ടോ. സ്കൂൾ തുറന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം എങ്ങനെയെങ്കിലും സ്കൂൾ തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രയ്ക്ക് കുരുത്തക്കേടും അതൊക്കെയായിരുന്നു. കാരണം 2 മാസം വെക്കേഷൻ ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടികൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിക്കുമെന്ന്. എസ്പെഷ്യലി ശിവന് ഇച്ചിരി കുറുമ്പത്തിയാണ്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ഒരു നല്ല മഴ പെയ്തിട്ടാ. അപ്പോൾ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ വാമീനെ ഒരുക്കി ഞാനൊരുങ്ങി ഷോപ്പിലൊക്കെ പോയി. അപ്പം നമുക്ക് നേരത്തെ ഇറങ്ങണമെന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. KSF പോകാനുണ്ടായിരുന്നു, പിന്നെ RT ഓഫീസിൽ പോകണം, അതുപോലെ LIC ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ ആ ആവശ്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഒരു ദിവസം തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങാട്ടോ. അപ്പോൾ അതേ പോണ വഴിക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പാടമാണ്. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതേ ശിവനിനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് KSF നമുക്ക് RT ഓഫീസിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ LIC പോയി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ ചെമ്പകശ്ശേരിയിൽ ടീ കുടിക്കാൻ വേണ്ടി പോയതാട്ടോ. അവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അവിടെ ഒരു ചേച്ചി തന്നെ കേട്ടോ അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും. കാരണം പുള്ളിക്കാരി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അടുക്കളയിൽ പോയി നമ്മളിങ്ങനെ ഉണ്ടാക്കി നമുക്ക് ചൂടോടെ കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അതായത് തട്ടുകട ഒരു രീതി തന്നെ. അപ്പോൾ ചേച്ചി അവിടുന്ന് പരിപ്പ് വട, അതുപോലെ തന്നെ പഴംപൊരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ചൂടോടെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതേ ശിവനെ അതേ മഴയത്ത് നിന്ന് 2-3 സ്റ്റെപ്പൊക്കെ അടിച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കേണ്ട. ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് അതിനുശേഷം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണം. അപ്പോൾ ചെമ്പശ്ശേരിയിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ അതിന് നേരെ മേളിൽ തിയേറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് സാധാരണ പോകുമ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ നമ്മൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിത് കയറിയത്, സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടാണ്. പക്ഷേ ഒന്നും മേടിക്കാനായിട്ട് പറ്റിയൊന്നുമില്ല. അപ്പോൾ ശിവനിക്ക് മാക്രോണി കുറേ നാളായിട്ട് അവൾ പറയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അമ്മ എനിക്കിത് ഉണ്ടാക്കി തരണം, ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയണം. അപ്പോൾ ഞാനും കുറച്ച് റെസിപ്പീസും ഐറ്റംസൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മേടിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഐസ്ക്രീമിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്, ഓരോ ഫ്ലേവേഴ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ വായിച്ചൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ വിവിൻചേട്ടൻ്റെ വീഡിയോസൊക്കെ എടുക്കണ ശിവനെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഗ്രാമ്പൂ, പിന്നെ അത് ഏലക്കായ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ജാതിക്കുരു അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്തൊക്കെ ഐറ്റംസാണെന്ന് വായിച്ചൊക്കെ നോക്കി. ഏകദേശം തൊട്ടപ്പുറം തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ഒന്നും കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളവിടെ കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേന്ന് ചേട്ടൻ വെറുതെ ചോദിച്ചു, ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചപ്പാത്തി കഴിച്ചു വീട്ടിലേക്ക് പോന്നു.